കേരളത്തിലെ സർവകലാശാലകളെ, കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കൈപ്പിടിയിലൊതുക്കുക, കാവ്യവൽക്കരിക്കുക, ഇത് BJPയുടെ ദേശീയ അജണ്ടയുടെ ഭാഗമാണ്. ഗവർണറിലൂടെ അത് കേരളത്തിൽ നടപ്പാക്കാനാണ് ഇപ്പോൾ BJP സംഘപരിവാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. LDF സർക്കാരിൻ്റെ കാലത്ത് തന്നെ ശ്രമം ആരംഭിച്ചതാണ്. അന്ന് ചെറുത്തു നിൽക്കാൻ കേരളത്തിൽ LDFൻ്റെ CPMൻ്റെ സർക്കാർ ഉണ്ടായിരുന്നു. തെരുവിൽ ഗവർണറോട് ഏറ്റുമുട്ടാൻ SFI എന്ന സംഘടനയുണ്ടായിരുന്നു. എന്നാൽ സർക്കാർ മാറി UDF അധികാരത്തിൽ വന്നു. അതോടുകൂടി സർക്കാർ തലത്തിലുള്ള പ്രതിരോധം ഇല്ലാതായി, പൂർണ്ണമായും ഇല്ലാതായി. മുതിർന്ന മാധ്യമപ്രവർത്തകൻ KJ ജേക്കബ് ഇത് സംബന്ധിച്ച് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. കേൾക്കേണ്ടതാണ് ആ പോസ്റ്റ്. വായിക്കാം. തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്: എല്ലാവരും പൂർണ്ണമായി മറന്നു പോകുന്നതിന് മുൻപ് ഒരു വിഷയം ഓർമ്മിപ്പിക്കുകയാണ്. മുതിർന്ന മാധ്യമപ്രവർത്തകനായ KJ ജേക്കബിൻ്റെ വാക്കുകളാണ്. എല്ലാവരും പൂർണ്ണമായി മറന്നു പോകുന്നതിന് മുൻപ് ഒരു വിഷയം ഓർമ്മിപ്പിക്കുകയാണ്. കേരള കാർഷിക സർവകലാശാലയിൽ മിക്കവാറും സർവകലാശാലകളിൽ വൈസ് ചാൻസലറുടെ താൽക്കാലിക ഒഴിവ് വന്നാൽ പ്രോ ചാൻസലറുമായി ആലോചിച്ച് ആ ഉത്തരവാദിത്തം നിറവേറ്റാൻ ആവശ്യമായ കാര്യങ്ങൾ ചാൻസലർ ചെയ്യണം എന്നാണ് നിയമം. എന്നുവെച്ചാൽ മന്ത്രിയോട് ആലോചിച്ച് ഗവർണർ നിയമനം നടത്തണം എന്നർത്ഥം. ശരിക്കുള്ള വൈസ് ചാൻസലറുടെ കാര്യത്തിൽ ഈ നിയമമല്ല. അവിടെ സർക്കാരിനോ പ്രോ ചാൻസലർക്കോ നിയമപരമായി നേരിട്ട് റോളില്ല. കാർഷിക സർവകലാശാലയിൽ താൽക്കാലിക വൈസ് ചാൻസലറായി നിയമിക്കാൻ പ്രോ ചാൻസലർ ആയ കൃഷിമന്ത്രി T സിദ്ദിഖ് 3 പേരുടെ ഒരു ലിസ്റ്റ് ചാൻസലറായ ആർലേക്കർക്ക് കൊടുത്തു, ഗവർണർക്ക് കൊടുത്തു. അദ്ദേഹം അതെടുത്ത് കൊട്ടയിലിട്ടു. അദ്ദേഹത്തിന് ഇഷ്ടമുള്ളയാളെ നിയമിച്ചു. അതെന്താ, താൻ നിയമപരമായി തന്ന ലിസ്റ്റിന് കുഴപ്പം എന്ന് സിദ്ദിഖ് ഗവർണറോട് ചോദിക്കുമോ? ഇല്ല. അദ്ദേഹത്തിന് വിവാദത്തിന് താല്പര്യമില്ല. പ്രോ ചാൻസലറോട് കൂടിയാലോചിക്കണമെന്ന നിയമം പാലിച്ചോ എന്ന് ചോദിക്കുമോ? ഇല്ല. ഗവർണറുമായി ഗുസ്തിയില്ല. നിയമത്തിൻ്റെ നഗ്നമായ ലംഘനം നടത്തിയത് കോടതിയിൽ ചോദ്യം ചെയ്യുമോ? ഇല്ല. ഇല്ല. അപ്പോൾ സർവകലാശാലകളിലെ സംഘീവൽക്കരണം അത് LDFൻ്റെ കാലത്ത് തുടങ്ങിയതാണ്. അതാണ് മുഹമ്മദ് ആരിഫ് ഖാൻ എന്ന പുതുമണം മാറാത്ത സംഘി തുടങ്ങി വെച്ചതാണ്. നിയമത്തിൻ്റെ അന്തസത്തയെ ബഹുമാനിക്കാതെയും സർവകലാശാലകൾ നടത്താനുള്ള പണം മിക്കവാറും മുഴുവനായി കൊടുക്കുന്ന സംസ്ഥാന സർക്കാരിനെ ഇരുട്ടിൽ നിർത്തിയും നിയമവ്യവസ്ഥകൾ ദുരുപയോഗിച്ചും സർവകലാശാലകളിൽ സംഘികളെ കുത്തിക്കയറ്റാൻ തുടങ്ങിയത്. KSUവും ABVPയും ഒക്കെ അതിൻ്റെ ഗുണഫലം നുണഞ്ഞപ്പോൾ അതിനെതിരെ നിൽക്കാൻ ഒരു സംഘടനയേ ഉണ്ടായിരുന്നുള്ളൂ, SFI. സംഘീവൽക്കരണം നിർബാധം തുടർന്നപ്പോഴാണ് സർവകലാശാലകളുടെ ചാൻസലർ സ്ഥാനത്ത് നിന്നും ഗവർണറെ നീക്കാനുള്ള കേരള സർവകലാശാല നിയമ ഭേദഗതി ബിൽ LDF സർക്കാർ കൊണ്ടുവന്നത്. അന്നത് ഏകകണ്ഠമായി പാസാക്കേണ്ടിയിരുന്ന നിയമമായിരുന്നു. ഉടക്ക് വർത്തമാനം പറഞ്ഞ് VD സതീശൻ്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. ബിൽ നിയമസഭ പാസാക്കിയപ്പോൾ ഒപ്പിട്ട് നിയമമാക്കരുതെന്ന് സതീശൻ പരസ്യമായി ഗവർണറോട് ആവശ്യപ്പെട്ടു. LDF സർക്കാർ എന്തെങ്കിലും കാര്യം ചെയ്താലോ ചെയ്യാതിരുന്നാലോ CPM BJP ഡീൽ ആരോപിച്ചിരുന്ന അത് പ്രചരിപ്പിച്ച് വോട്ട് വാങ്ങി അധികാരത്തിലെത്തിയ ടീമുകൾ സംഘീവൽക്കരണം നിർത്താൻ നടപടിയെടുക്കുമോ? ഈ ബിൽ നിയമമാക്കണമെന്ന് ആവശ്യപ്പെടുമോ? അതിനായി കോടതിയിൽ പോകുമോ? ഇല്ല. അത്തരം അൺഹെൽത്തി ഡിബേറ്റിന് അവരില്ല. എല്ലാവരും പൂർണ്ണമായി മറന്നു പോകുന്നതിന് മുൻപ് ഒന്നുകൂടി ഓർമ്മിപ്പിച്ചു എന്നേയുള്ളൂ. പണ്ട് ഈ ഡീലൊക്കെ പറഞ്ഞ് വോട്ട് പിടിച്ചു നടന്ന കാലം മന്ത്രി T സിദ്ദിഖിനെയും എന്ന് പറഞ്ഞുകൊണ്ടാണ് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. കേരളത്തിൽ സർവകലാശാലകളെ പൂർണ്ണമായും BJP സംഘപരിവാർ കൈപ്പിടിയിൽ ഒതുക്കിക്കഴിഞ്ഞു. എല്ലാ നിയമനങ്ങളും ഗവർണർ നേരിട്ടാണ് നടത്തുന്നത്. സിൻഡിക്കേറ്റിനെ നോക്കുകുത്തിയാക്കി മാറ്റുന്നു. സിൻഡിക്കേറ്റ് യോഗം വിളിക്കുന്നതേയില്ല. വൈസ് ചാൻസലർമാർ, ഗവർണർ നിയമിച്ച താൽക്കാലിക വൈസ് ചാൻസലർമാർ അവരുടെ ഇഷ്ടത്തിന് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഒരു എതിർപ്പും എവിടെയും ഉയരുന്നില്ല. ഭരണതലത്തിലാണ് എതിർപ്പ് ഉയരേണ്ടത്. ഭരണതലത്തിൽ ഒരു എതിർപ്പും ഉയരുന്നില്ല എന്ന് മാത്രമല്ല, ഒരു പ്രതിഷേധം പോലും, ഒരു വിരലനക്കം പോലും ഉണ്ടാകുന്നില്ല. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുണ്ട്, ഒരക്ഷരം മിണ്ടുന്നില്ല. മുഖ്യമന്ത്രിയുണ്ട്, ഒരക്ഷരം മിണ്ടുന്നില്ല. നേരത്തെ ഗവർണറുടെ നീക്കങ്ങൾക്കെതിരെ വാർത്താ സമ്മേളനം നടത്തി പ്രതികരിച്ച മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു കേരളത്തിൽ. അദ്ദേഹത്തിന്റെ പേരാണ് പിണറായി വിജയൻ. ഗവർണറുമായി നേർക്കുനേർ ഏറ്റുമുട്ടുകയായിരുന്നു. സുപ്രീം കോടതി വരെ നിയമയുദ്ധം നടത്തിയ സർക്കാർ ഉണ്ടായിരുന്നു കേരളത്തിൽ. സർക്കാരിന്റെ പേര് LDF സർക്കാർ എന്നാണ്, പിണറായി സർക്കാർ എന്നായിരുന്നു.
ഇതെല്ലാം ഇന്ന് മാറിക്കഴിഞ്ഞു, മാറ്റം വന്നു എന്ന് വെച്ചാൽ ഉന്നത വിദ്യാഭ്യാസ മേഖല ഈ സർക്കാർ UDF സർക്കാർ പൂർണ്ണമായും BJPക്ക് സംഘപരിവാറിന് എഴുതി നൽകിയിരിക്കുകയാണ്, തീരെഴുതി കൊടുത്തിരിക്കുകയാണ്.